ഗൈസ്, നട്ടുച്ച വെയിലത്ത് ആരെങ്കിലും ബീച്ചിൽ വന്നിട്ടുണ്ടോ? ഞങ്ങളിപ്പോൾ നട്ടുച്ച വെയിലത്ത് സമയം 1:30 ആയപ്പോൾ ആലപ്പുഴ ബീച്ചിലിരിക്കുക. ഞാനല്ല ഉള്ളൂ, അതേ ഇരിക്കുന്ന മുതല. ആലപ്പുഴ വരെ വന്നതല്ലേ, എന്നാ ഒന്ന് ബീച്ചും കൂടെ കണ്ടിട്ട് പോവാന്ന് വെച്ചു. അതെ അതെ, വേറെ സമയമൊന്നും കിട്ടില്ല. കറക്റ്റ് നട്ടുച്ച വെയിലത്ത്. അയ്യോ എന്നാ ചൂടാണ്. എവിടെ വന്നിരിപ്പുണ്ട് ബീച്ചിൽ. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. ഉച്ചയാണേലും അവർക്കൊന്നും വേറെ പണിയില്ലേ, ഉച്ചയ്ക്ക് വന്നിരിക്കുന്നു. എന്തോ തമിഴ്നാട്ടുകാരും വന്നിട്ടുണ്ട്. എല്ലാ കടയൊന്നും ഓപ്പൺ ചെയ്തിട്ടില്ല, എന്നാലും കുറച്ച് കടകൾ. നമുക്ക് ബീച്ചിലോട്ട് പോയിട്ട് വരാം. ഞങ്ങൾ അവിടുന്ന് മാറി ഇങ്ങോട്ട് ഇവിടെ അപ്പുറത്ത് വന്നിരുന്നു. തൊപ്പി തുണി ഒന്നും എടുക്കാതെ വന്നേക്കോ. ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ കരിഞ്ഞുണങ്ങിയിരിക്കുന്നതാണ്. എനിക്ക് തൊപ്പിയെങ്കിലും ഉണ്ട്. ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ കരിഞ്ഞുണങ്ങിയിരിക്കുന്നതാണ്. നട്ടുചൊരു വേണ്ട വേണ്ടെന്ന് ഞാൻ പറഞ്ഞേ, പോകണ്ടെന്ന്. എന്നിട്ടും കേട്ടില്ല. അതെ അതെ അതെ, ഇവിടെ ഇത്രയും തണലായോണ്ട് പിന്നെ കുഴപ്പമില്ല. ബീച്ചിൽ അങ്ങോട്ട് ഇറങ്ങണ്ടല്ലോ, ഇവിടെ നിന്നാ മതി. അതെ, വന്നിട്ടുണ്ട്. ഞങ്ങൾ നടന്നിങ്ങി വന്ന് ബീച്ചിൻ്റെ അറ്റത്ത് വന്ന്. അയ്യോ ചൂട് ചൂട് ചൂടേ, ഫുള്ള് ചൂട്. വരുന്ന ഒരാള് മൊത്തം മൂടി കെട്ടിക്കൊണ്ട് വരുന്നു. ആ സൈഡിലോട്ട് ഫുള്ള് കുടകൾ. രണ്ട് ഒരു പെണ്ണ ഒറ്റയ്ക്ക്. തോന്നിക്കുന്നില്ലേ? കാറ്റുള്ളത് കൊണ്ടോ? ഇറങ്ങുന്നില്ലേ? ഇവർക്ക് പ്രാന്താണ് അത് കുടയും ചൂടിക്കൊണ്ടുപോകുന്നിരിക്കാൻ. ചൂട് തോന്നിക്കുന്നില്ല, പക്ഷേ അധികം നേരം ഇവിടെ നിൽക്കാനൊക്കത്തില്ല, പെട്ടെന്ന് തിരിച്ചു പോകണം. എന്തൊരിക്കും എന്തായാലും ഇവിടം വരെ വന്നില്ലേ, ഒരു ഐസ്ക്രീം കൂടെ തിന്നിട്ട് പോകാമെന്ന് വെച്ച്. ക്ഷീണിച്ച് നേരെ ചോക്കോബാർ ബട്ടർ സ്കോച്ച്. എന്താ പഠിച്ചത്? എന്തായിരുന്നു? പെട്ടെന്ന് ഉരുകി പോണം. എല്ലാം ഒരിച്ചിറങ്ങി. നമ്മളിപ്പോൾ ഇത് കഴിച്ചിട്ട് പെട്ടെന്ന് പോവാം. അധികം നേരം ഇവിടെ വയ്ക്കാനൊക്കത്തില്ല, നമ്മൾ പുഴുങ്ങിപ്പോവും. ഐസ്ക്രീം തിന്ന പരിവ് കണ്ടില്ല. ആ ഐസ്ക്രീമിനെ കൊന്ന് കൊല വിളിച്ച് ഐസ്ക്രീം ഇരിക്കുന്ന ഞെക്കി അതിനെ കൊന്നതിൻ്റെ പരിപ്പ് വെളിയിലെടുത്ത്. കഴിഞ്ഞ് കയ്യിലെല്ലാമായി. ഒരു കാറ്റും ചൂടും എല്ലാം കൊണ്ട് പെട്ടെന്ന് അങ്ങ് അലിഞ്ഞു പോയി. ഇനിയിപ്പോൾ പോവാ ഗീസ്, പോട്ടെ, വീട്ടിൽ പോട്ടെ.